24 ബിഗ് ഇമ്പാക്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷ കോപ്പിയടി തടയാൻ ഉത്തരവിറക്കി മലപ്പുറം ജില്ലാ കളക്ടർ. കോപ്പിയടിക്കാൻ പാഠഭാഗങ്ങൾ മൈക്രോ കോപ്പി എടുക്കുന്നതിനെതിരെയാണ് കളക്ടറുടെ നടപടി. കോപ്പിയടിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന വാർത്ത 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. സമീർ ബിൻ കരീം ആ വാർത്തയുടെ വിവരങ്ങളുമായി. സമീർ, കോപ്പിയടി എന്നുള്ള കാര്യം പുതിയ കാര്യമല്ല. കോപ്പിയടി ഈ പറയുന്ന ബിറ്റുവക്കൽ എന്നൊക്കെ പറയുന്നതിന് പുരാതനമായ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഈ രീതിയിൽ ഒരു ആസൂത്രിതമായി കോപ്പിയടിക്കാനുള്ള പഠന സഹായി എന്ന് പറയുന്ന മട്ടിൽ കോപ്പിയടി സഹായി കൊടുക്കുന്നത് ആദ്യമായാണ്. തടയാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഞാൻ ചോദിക്കുന്നത് കളക്ടറുടെ ഒരു അവയർനെസ്സിനപ്പുറം അത് എൻഫോഴ്സ്മെന്റിലൂടെ തടയാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഹാഷ്മി, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ നടപടിയാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിലവിൽ ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ കോപ്പി അടിക്കാൻ വേണ്ടിയുള്ള മൈക്രോ ലെവൽ പ്രിന്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കളക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നതിൽ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം നൽകണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായ നിർദ്ദേശമാണ് മലപ്പുറം ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. ഇത്തരം കോപ്പിയടിയിൽ നിന്നും പിന്മാറാൻ വേണ്ടിയുള്ള എല്ലാവിധ ജാഗ്രതയും പാലിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ ഉത്തരവിൽ ഇറക്കിയിരിക്കുകയാണ്. അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ബോധവൽക്കരണം നടക്കണം. ഇതിന്റെ ഭവിഷ്യത്ത് ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ബോധവൽക്കരണം നടത്തണമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ പറയുന്നത് പ്രകാരമായിരുന്നു, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ടെലഗ്രാം പ്ലാറ്റ്ഫോമുകളിലായി സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ സജീവമാണ്. ഈ ഗ്രൂപ്പുകൾ മുഖേന പണം കൊടുത്തും അല്ലാതെയും കുട്ടികൾക്ക് ഈ കോപ്പി അടിക്കാൻ വേണ്ട ഒരു സഹായം ഈ ഗ്രൂപ്പുകൾ നൽകുന്നുണ്ടായിരുന്നു. PDF-കളായിരുന്നു ഈ ഗ്രൂപ്പിൽ വിതരണം ചെയ്യുന്നത്. മൈക്രോ ലെവലിലായിട്ടുള്ള ഫോണ്ടുകൾ പ്രകാരമുള്ള ഒരു PDF ആയി വിതരണം ചെയ്തത്. ഈ PDF എല്ലാം തന്നെ പ്രിന്റ് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ കട്ട് ചെയ്ത് വളരെ കൃത്യമായി ശരീരത്തിലും ഒപ്പം തന്നെ വസ്ത്രത്തിലും ഒക്കെ ഒളിപ്പിച്ചായിരുന്നു പരീക്ഷാ ഹാളിൽ എത്തുന്നുണ്ടായിരുന്നത്. ഇത് അധ്യാപകർക്ക് ഒരു നിരന്തര ശല്യമായി മാറി. കാരണം എല്ലാ കോപ്പികളും ഒക്കെ തന്നെ ഒരു ഏകീകൃത സ്വഭാവം കാണാൻ അധ്യാപകർക്കിടയിൽ. അതിന് പിന്നാലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാണെന്നുള്ള കാര്യം തന്നെ 24 പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും കടക്കുന്നത്. ഹാഷ്മി, ഓക്കെ. സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ കോപ്പി അടിക്കാൻ മൈക്രോ ഫോട്ടോസ് അല്ലെങ്കിൽ മൈക്രോ ചെറിയ രീതിയിൽ പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ചെറിയ ഭാഗങ്ങൾ കൊടുക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെയാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ അവർ അതിൻ്റെ താഴെ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വേറെ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെയുള്ളൊരു വാർണിംഗ് വെച്ചിട്ടാണ് അത്തരത്തിൽ കോപ്പി കൊടുക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് തടയാൻ പറ്റുക എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം പോലീസും ഒക്കെ നോക്കട്ടെ.